ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും പരാതി നൽകിയിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബീഹാർ വോട്ടർ പട്ടികയിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം തുടർച്ചയായി പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തിയിരുന്നു. വ്യക്തികൾ നൽകിയ പരാതികൾ പരിശോധിക്കുന്നുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണ നൽകും കൂടുതൽ വിവരങ്ങൾ. ജിഷ്ണു, വിശദാംശങ്ങൾ. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് നയമാണ് ഈ വിഷയത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസിന്റെ നേതാക്കൾ, രാഹുൽ ഉൾപ്പെടെയുള്ള നേതാക്കളൊപ്പം സമാജ്വാദി പാർട്ടി തുടങ്ങി വിവിധ പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിൽ പ്രസംഗിക്കുകയും അല്ലെങ്കിൽ സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ള സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഈ വോട്ടർ പട്ടികയിൽ അനർഹരായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സൂക്ഷ്മമായ പരിശോധന വോട്ടർ പട്ടികയിൽ നടത്തുകയും വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിന് നടത്തിയിട്ടുള്ള പരിഷ്കരണങ്ങളിൽ വലിയ രീതിയിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു വർഷകാല സമ്മേളനത്തിന്റെ പാർലമെന്റിന്റെ ഇരുസഭകളിലും രാജ്യസഭയിലും ലോക്സഭയിലും തുടർച്ചയായി ബഹളം വെച്ചുകൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയും കേന്ദ്ര സർക്കാരിനെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപമാനിക്കുന്ന രീതിയിലുമുള്ള പ്രസ്താവനകൾ കോൺഗ്രസ് നടത്തിയത്. അത്തരം പ്രതിഷേധങ്ങളും പ്രസ്താവനകളുമെല്ലാം പൊള്ളയായിരുന്നു. അത് മാധ്യമ ശ്രദ്ധ നേടുന്നതിന് വേണ്ടി മാത്രമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുള്ള വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പരാതികൾ ഉന്നയിക്കുന്നതിനുള്ള അവസരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി പോലും പരാതി നൽകിയിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. അത് ആം ആദ്മി പാർട്ടി, സമാജ്വാദി, കൂടാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, നാഷണൽ പീപ്പിൾസ് പാർട്ടി, കൂടാതെ സംസ്ഥാനത്ത് ബീഹാറിലുള്ള സ്റ്റേറ്റ് പാർട്ടികളും അത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളും പരാതി നൽകിയിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയിൽ നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങൾക്കും സഭയ്ക്ക് പുറത്തു നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളിലും എന്തെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതിലല്ലെങ്കിൽ അത്തരം പ്രസ്താവനകളിൽ വസ്തുതയുണ്ടെങ്കിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ പരാതി നൽകിക്കൊണ്ട് അത് തെളിയിക്കാനുള്ള അവസരം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായിരുന്നു. എന്നാൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ആ അവസരം ഉപയോഗിച്ചിട്ടില്ല. പകരം നിലവിൽ വോട്ടർ പട്ടികയിലുള്ള 3659 പേർ ചില പരാതികൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൂടാതെ പുതുതായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന 19,186 പേർ വ്യക്തികളായിട്ടുള്ള ആളുകൾ ആ പരാതി നൽകിയിട്ടുണ്ട്. അത്തരം പരാതികൾ പരിശോധിച്ചു വരികയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നേരത്തെ മരിച്ച ആളുകൾ, അതല്ലെങ്കിൽ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി കുടിയേറിയവരും ബീഹാർ വോട്ടർ പട്ടികയിലുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തുകയും ലക്ഷക്കണക്കിന് ആളുകളെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് ശേഷം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വലിയ പ്രതിഷേധം സഭയ്ക്കകത്തും പുറത്തും നടത്തിയത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിലേക്ക് കാര്യത്തോടടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ യാതൊരു പ്രതികരണവും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല.